എത്ര നാളെന്ന് വെച്ച ഏട്ടന്റെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ കല്യാണം കഴിഞ്ഞു. നാളെ ഇനി കുഞ്ഞ് ജനിക്കുമ്പോൾ ചിലവും കൂടും. ഓരോ തവണ ഏട്ടന്റെ അടുത്ത് വന്ന് കൈനീട്ടി ചോദിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ മുന്നിൽ എനിക്ക് അപമാനിതനാവാൻ കഴിയില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത് മോനെ? അഭി നിന്നെ എപ്പോഴാ അപമാനിച്ചത്? ഇന്നലെ സംഭവിച്ച എന്താ ഏട്ടത്തി? പാവം ഗർഭിണിയായിരിക്കുന്ന പെണ്ണ് എന്തോ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ബ്യൂറോയിലിരിക്കുന്ന കാശ് ചോദിക്കാതെ ഒന്നെടുത്തു. അതിന് അഭി എന്തൊക്കെയാ വഴക്ക് പറഞ്ഞത്? അത് മനസ്സിൽ വെച്ചോണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? അല്ല, വീണ്ടും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏട്ടാ. ഇത്രയും നാളും എന്നെ ഒരു ജോലിക്കാരനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ ടാലന്റ് ഏട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരവസരവും തന്നിട്ടുമില്ല. മോനെ അഖിലേ, നിനക്ക് അതിനുള്ള പക്വത വന്നിട്ടില്ല. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈവൻ ചെയ്യാൻ പറ്റില്ല. അവസരം തന്നെങ്കിൽ മാത്രമല്ലേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂല്ലെന്ന് അറിയാൻ പറ്റൂ. പതിവില്ലാതെ അബിയോട് എന്തിനാ നീ എതിർത്ത് സംസാരിക്കുന്നത് അഖിൽ? ഞാൻ ഏട്ടനെ എതിർത്ത് സംസാരിക്കുന്ന അല്ല ഏടത്തി. ഞാൻ എന്നെ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഞാൻ ആരാണെന്ന് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്കതിന് മറുപടി കിട്ടിയിട്ടില്ല. എന്റെ വരുമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. എന്താവശ്യമുണ്ടെങ്കിലും കൈനീട്ടി ചോദിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാ എല്ലാത്തിനും ഉത്തരവായിട്ട് ഈ ഈവന്റ് ഞാൻ കമ്മിറ്റ് ചെയ്തേ. നീ എന്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാ ഈവൻ ചെയ്യാൻ പോകുന്നത്? ഇന്നലെ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ ആർക്കും ആരെയും വിരൽ പിടിച്ച് നടത്തിക്കാനാവില്ല എന്നും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണമെന്നൊക്കെ. അതാ ഞാനും ചെയ്യുന്നത്. അയ്യോ, അറിയാതെ നീ ഇതിലേക്ക് ചാടി ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഇറ്റ്സ് എ റിസ്ക്. ഇതുവരെ ഏട്ടൻ ലാഭം മാത്രമേ നോക്കിയിട്ടുള്ളൂ, നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നീ ഈ പറയുന്നതൊന്നും ശരിയല്ല അഖിൽ. നീ എടുത്തു ചാടിയ സംസാരിക്കുന്നത്. നിന്റെ ഭാസ്കരേട്ടന് സ്വന്തമായിട്ടൊരു ഈവൻസ് നന്നായി നടത്താൻ വർഷങ്ങളെടുത്തു. അതുകൊണ്ട് ഏടത്തി നിങ്ങളുടെ മകൾക്ക് കല്യാണം നടത്താൻ ഇത്രയും വൈകി പോകുന്നത്. ഭാസ്കരേട്ടന് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കുണ്ടായ അവസ്ഥ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണമെന്നാണോ? നാളെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാൻ ഏട്ടന്റെ മുന്നിൽ വന്ന് കൈനീട്ടണോ അല്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കണമെന്നാ? ഞാനൊരു കഴിവില്ലാത്തവനെ പോലെയും മണ്ടനെ പോലെയും എന്റെ കുട്ടികളുടെ മുന്നിൽ നിൽക്കണമെന്നാ? കുറ്റപ്പെടുത്തലുകളും അപമാനവും കേട്ട് മിണ്ടാതെ നിൽക്കണമായിരിക്കും. അതിനേക്കാളും ഞാൻ മരിക്കുന്നയാവും നല്ലത്. അഖിൽ, അതെ അമ്മേ, ഇപ്പൊ തന്നെ ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവായി കാർത്തികയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുക ഞാൻ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വലിയ വലിയ ജോലി ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നുമുണ്ട്. എന്നാൽ ഞാനോ
ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്തവൻ. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും. എനിക്ക് കാശുണ്ടാക്കണം, അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുകയും വേണം. എന്റെ ഭാര്യയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി ജീവിക്കണം. എന്നാലേ എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യൂ. അവൻ സ്വന്തമായി ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നു. അതൊരു വലിയ തെറ്റാണോ ഏട്ടത്തി? പാവം, എത്ര നാളെന്ന് പറഞ്ഞ അവൻ ഇങ്ങനെ ജീവിക്കുന്നേ? സ്വന്തമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല ഇളയമേ. എന്നാൽ ഇത് ബിസിനസ്സാണ്. ഒരടി തെറ്റിപ്പോയാൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. നഷ്ടം ഉണ്ടായാലും ലാഭം ഉണ്ടായാലും എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം. ഒരു പ്രാവശ്യം വീഴ്ച സംഭവിച്ചാ എഴുന്നേൽക്കുക ബുദ്ധിമുട്ടായിരിക്കും. ദയവായി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ കൊടുത്ത കൊട്ടേഷനും ദിവാകരൻ തരാന്ന് പറഞ്ഞ ബഡ്ജറ്റും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല. ആ ബഡ്ജറ്റിൽ ഈവന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അതുകൊണ്ട് അഖിൽ ഞാൻ റിജക്ട് ചെയ്ത. ഇനി നിനക്ക് ഒറ്റയ്ക്ക് ഈവന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഈവന്റ് ഞാൻ നിനക്ക് തരാം. ഇത് നമുക്ക് വേണ്ട മോനെ. ആ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്ക്. സോറി ഏട്ടാ, ഞാൻ വാക്ക് കൊടുത്തുപോയി. ഈ ഈവന്റ് ഞാൻ ചെയ്തിരിക്കും. നിന്റെ ഏട്ടൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ അഖിൽ, നിനക്കതൊന്ന് വിട്ടൂടെ? ഡാഗിൽ, നീ പാപി പറയുന്നൊന്ന് കേക്ക്. എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏട്ടാ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കത് ചെയ്യണം. എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നിന്റെ ഏട്ടൻ നിനക്ക് വേണ്ടി മറ്റൊരു ഈവന്റ് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ മോനെ. മറ്റൊരാളുടെ ദയം ദാക്ഷിണ്യൊന്നും എനിക്കിനി ആവശ്യമില്ല. ഇനി ഞാൻ കൈനീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നീ തന്നെയാണോ അഖിൽ സംസാരിക്കുന്നത്? അഭിയെ മൂന്നാമതൊരാളായിട്ടാണോ നീ കാണുന്നത്? സമ്പാദിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾക്ക് ചെലവ് ചെയ്യാനുള്ള അവകാശമില്ലാന്ന് ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? ആരുടെയും സഹായമില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ സമ്പാദിക്കാൻ പറ്റൂല്ലയോ എന്ന് നോക്കട്ടെ. ഇതിൽ എന്ത് സംഭവിച്ചാലും ശരി, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. നീ നന്നായിട്ടൊന്ന് ആലോചിക്കകിൽ. നിന്റെ ഏട്ടൻ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? ഇപ്പൊ ഞാൻ ഈ ചെയ്യാൻ പോകുന്നതും എന്റെ നന്മയ്ക്ക് വേണ്ടിയമ്മേ. ഞാൻ എന്റെ വാക്കുകളല്ലാതെ മറ്റാരുടെയും വാക്ക് കേൾക്കണ്ടെന്ന് തീരുമാനിച്ചു.
ഇത്രയും നാളും എന്നെ വേറൊരു ജോലിക്കാരനെ കാണുന്നതല്ലാതെ എന്റെ ടാലന്റ് ആരും കണ്ടതേയില്ല. നാളെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാൻ ഏട്ടന്റെ മുന്നിൽ വന്ന് കൈനീട്ടണോ അല്ലേ? കുറ്റപ്പെടുത്തലുകളും അപമാനവും കേട്ട് മിണ്ടാതെ നിൽക്കണമായിരിക്കും. അതിനേക്കാളും ഞാൻ മരിക്കുന്നയാവും നല്ലത്. സോറി ഏട്ടാ, ഞാൻ വാക്കു കൊടുത്തുപോയി. ഈ ഈവന്റ് ഞാൻ ചെയ്തിരിക്കും. കാർത്തികയും അവളുടെ അമ്മ അംബിക ചെറുമയും ചേർന്ന് ഒരുപാട് നാളായി അഖിലിനെ കൊണ്ട് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അഖിൽ അവരുടെ വാക്ക് കേട്ടതേയില്ല. ഞാനും ഭാവനേച്ചിയും കാർത്തികയെ ഒരുപാട് ഉപദേശിച്ചതുമാണ്. പക്ഷേ സുമംഗലി ഇളയമ്മയും കാർത്തികയും അഖിലിനോട് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം ഇന്നലെ നടന്ന 50,000 രൂപയുടെ വിഷയം അവർക്ക് അനുകൂലമായി മാറി. അഖിലിനോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ വാക്കും കേട്ടോണ്ട് അഖിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആരെന്ത് പറഞ്ഞാലും അവനൊന്ന് ചിന്തിക്കണ്ടേ? ഇത്രയും നാളും അഖിൽ അങ്ങനെ തന്നെയായിരുന്നു ഏട്ടാ. അവരെത്ര പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെ അല്ല. എടുത്തു ചാടിയ ഇപ്പൊ അവനൊരു തീരുമാനം എടുത്തിരിക്കുന്നെ. അവൻ മുന്നേറി വലിയൊരാളാകണമെന്ന് പറയുമ്പോ നമ്മൾ എന്തിനാ അവനെ പിന്നോട്ട് വലിക്കുന്നേ? അവൻ മുന്നേറുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അഖിലിനെ നല്ലൊരു പൊസിഷനിൽ കണ്ടു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ ഭാസ്കരേട്ടൻ ഞാൻ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഈവന്റ് മുന്നോട്ട് കൊണ്ടുപോകും. എന്താന്ന് വെച്ചാൽ ഏട്ടൻ അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ അഖിൽ അത്രത്തോളം വളർന്നിട്ടില്ല. അത്രയും കുറഞ്ഞ ബജറ്റിൽ ആ ഈവന്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. ആ കൊട്ടേഷൻ ആ ബജറ്റ് തമ്മിൽ ഒട്ടും മാച്ച് അല്ല. അവസാനം കണക്ക് നോക്കുമ്പോ എത്രമാത്രം നഷ്ടം വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതൊക്കെ എന്താ അവനൊന്നും മനസ്സിലാക്കാത്ത? ഇപ്പൊ അഖിലൊരു വാശിയുടെ പുറത്ത് നിൽക്കുക. നമ്മളിപ്പോ എന്തു പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവൻ കേട്ടില്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടാവും. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫെയിലിയർ സംഭവിച്ചാ അവൻ ഡിപ്രസ്ഡ് ആവും. അവന്റെ കോൺഫിഡൻസ് ഇല്ലാതാവും. അതിന്ന് പിന്നെ അവന് മോചനം കിട്ടുമെന്ന് അറിയില്ല. ലൈഫിൽ പിന്നെ അവന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനേക്കാൾ വളരെ മോശമായ നിലയിലേക്ക് എത്തും. ഏട്ടനെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അമ്മ, ഭാവനേച്ചി, ഞാനും ഒക്കെ ചേർന്ന് അവന് നല്ല ബുദ്ധി ഉപദേശിക്കാം. കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നൊന്നും എനിക്കറിയില്ല.
അവൻ വേറെ എന്തൊക്കെ ചിന്തിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടയാ. വേണമെങ്കിൽ അവന് നല്ലൊരു ഈവന്റ് കൊടുത്ത് അവന്റെ കൂടെ നിന്ന് സക്സസ് ആക്കി കൊടുക്കാം. മുഴുവൻ ലാഭം അവൻ എടുത്തോട്ടെ. അഖിലേട്ടൻ അനിയനാണെങ്കിൽ എനിക്കും അനിയനാ. എന്റെ ഉണ്ണിയെ പോലെ എനിക്ക്. അഖിൽ ഒരു പ്രശ്നത്തിൽ പെടുമ്പോ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നാണോ? ആവശ്യം വന്ന കാർത്തികയും സുമംഗലി ഇളമയും വഴക്ക് പറഞ്ഞിട്ടായാലും അഖിലിന്റെ മനസ്സ് ഞാൻ മാറ്റും. അവസാനം ജനിച്ച ചെറിയ കുട്ടിയാണെന്ന് കരുതി ഞങ്ങൾ അവനെ ഒരിക്കലും വലിയ ജോലികളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അവന് കല്യാണം കഴിഞ്ഞാലും കുട്ടികളുണ്ടായാലും എനിക്കെന്നും അവൻ എൻ്റെ അനിയൻ തന്നെയാ. അവൻ വേദനിച്ചാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. എനിക്കത് അറിയാട്ടാ. ഇനി മുതലാക്കിലെ എന്റെയും കൂടെ ഉത്തരവാദിത്വം. ഞാൻ അവനെ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? താങ്ക് യു. Yeah, I know. അഖിൽ, അഖിൽ, താങ്ക് യു അഖിൽ, താങ്ക് യു സോ മച്ച്. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴൊരു നല്ല കാര്യം ചെയ്ത് നീ ആരാന്ന് പ്രൂവ് ചെയ്തു. ഈ തന്റെയോടും ധൈര്യവും മുൻപേ ഉണ്ടായിരുന്നെങ്കിലേ ഈ സമയത്ത് നീ എവിടെയോ എത്തിപ്പെട്ടനേടാ. അഭിയെക്കാളും വലിയ ലെവലിലെത്തിയനെ. പേരും പ്രശസ്തി എല്ലാം ഉണ്ടായേനെ. നീ സ്വന്തമായി ഈവന്റ്സ് ചെയ്ത് വലിയ ആളാവോന്ന് അറിഞ്ഞപ്പോ നിന്റെ അഭിയേട്ടന് എന്തുമാത്രം ദേഷ്യം വന്നു എന്ന് കണ്ടില്ലേ നീ? എപ്പോഴും നീ ഒരു അടിമയായിട്ട് ഇരിക്കണമെന്നാ അഭിയേട്ടന്റെ ആഗ്രഹം. ആ ഭാസ്കറിനെ പോലെ നീയും ഒരു പാവമാണെന്നാ അഭി വിചാരിച്ചിരുന്നത്. എന്റെ ഇളയമ്മേ, നീ ഒരു സാമർത്ഥ്യക്കാരനാണെന്ന് ഇപ്പൊ അവന് മനസ്സിലായി കാണും. ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാം. എന്റെ ഫ്രണ്ട്സ്, നിന്റെ ഫ്രണ്ട്സ് നിന്നെ കുറിച്ച് ഓർത്ത് അവരെല്ലാം അഭിമാനിക്കും. നിനക്ക് തല ഉയർത്തി നടക്കാം. ഇനി നിനക്ക് ഒരു കാര്യത്തിനും ആരുടെ മുന്നിലും കൈ നീട്ടി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന കാശ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെലവാക്കാം. ഇഷ്ടപ്രകാരം നിനക്ക് ജീവിക്കാം. അതെ അഖിൽ, ഇനി നമ്മളെ തടസ്സപ്പെടുത്താനായി ആരും വരില്ല. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എന്റെ വയറ്റിലുള്ള ബേബിക്ക് പോലും ഒരുപാട് സന്തോഷമായി. നിന്റെ ഓവർ ആക്ഷൻ കുറക്കടി. നീ അഭിനയിച്ച് കൊളമാക്കുന്ന തോന്നുന്നേ. പ്രൗഡ് ഓഫ് യു ഡാഡി. താങ്ക് യു ഡാഡി എന്ന് ബേബി പറയുന്നത് കേട്ടോ. അതെ കാർത്തിക, നമ്മുടെ ബേബി സന്തോഷമായിട്ട് ഇരിക്കുക. ഒരുപാട് ഹാപ്പിയാണ്. ഇവനൊരു മണ്ടൻ. അവള് പറയുന്ന എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുക. നമ്മുടെ ബേബിക്ക് നീ കൊടുക്കാൻ പോകുന്ന ബെസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് അഖിൽ. ബേബി ജനിച്ചു കഴിയുമ്പോ എന്തുമാത്രം സന്തോഷിക്കുന്ന നീ കാണാൻ പോവല്ലേ. വളർന്നു വലുതായ ശേഷം എന്റെ ഡാഡി ലെജൻഡറി ആണെന്നും സെലിബ്രിറ്റി ആണെന്നും അഭിമാനത്തോട് പറയും. എന്റെ ഡാഡി ഹീറോ ആണെന്നും പറയും. ദാറ്റ്സ് ഓക്കേ. എനിക്ക് ധൈര്യം പകർന്നു തന്നതിനും നമ്മുടെ ബേബി നമ്മളെ കണ്ട് പ്രൗഡ് ബേബിക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാ. ഓക്കേ, ടേക്ക് കെയർ. എന്തോടിയത് നീയും നിന്റെ ഓവർ ആക്ഷനും. വയറ്റിലില്ലാത്ത കുഞ്ഞ് തുള്ളി ചാടി പോലും പ്രൗഡ് ഫീൽ ചെയ്തെന്നോ? അവന്റെ കയ്യെ വയറ്റിൽ കൊണ്ടുപോയി വച്ച് ചെവിയും ചേർത്ത് വെച്ച് കേൾക്കാൻ പറയുന്നോ? അവനെന്തെങ്കിലും സംശയം തോന്നിയെങ്കിലോ?
അഖിൽ ഇപ്പോ ബേബിയുടെ മായജാലത്തിലിരിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും. എന്നും പറഞ്ഞ് നീ ഓവർ ആക്ട് ചെയ്താലേ എല്ലാം കുട്ടിച്ചോറാവും. ആ, നീ പ്രഗ്നന്റ് അല്ലാന്നുള്ള കാര്യം അറിയുന്നത് വരേ ഉള്ളൂ ഈ സന്തോഷമൊക്കെ. അഥവാ അവൻ അറിഞ്ഞാലേ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. വെറുതെ ആവശ്യമില്ലാത്തൊന്നും കാണിക്കാതെ അടങ്ങിയിരിക്കാൻ നോക്ക്. നിന്റെ അമ്മയോട് ഫോൺ ചെയ്ത് പറ അഖിലിനെ കുറിച്ച് വിളിച്ചു പറ. ആ ശരി ആന്റി, എന്റെ മോവന് വളരെ സന്തോഷമാകും. വളരെ സന്തോഷായിരിക്കും. വിളിക്ക്. സ്പീക്കർ ഓണാക്കടി. എനിക്ക് സംസാരിക്കാനുണ്ട്. Hi baby, what's up? Any good news? ബിഗ് ഗുഡ് ന്യൂസ് മോം. ഇന്ന് അഖിൽ എന്താ ചെയ്തെന്നറിയോ? സോറി ഏട്ടാ, ഞാൻ വാക്ക് കൊടുത്തു പോയി ഈ ഈവന്റ് ചെയ്തു കൊടുക്കാമെന്ന്. റിയലി? അങ്ങനെയാണോ? അഖിൽ അങ്ങനെയൊക്കെ പറഞ്ഞോ? അതെ അതെ, അന്ന് മോം അഖിലിന് കൊടുത്ത കൗൺസിലിംഗ് വർക്കൗട്ടായി. അഖിൽ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചു. സ്വന്തമായി ബിസിനസ് ചെയ്യാമെന്നും തീരുമാനിച്ചു. എല്ലാവരും ഷോക്കായി പോയി. ഇത് ശരിക്കും വളരെ വലിയൊരു ഗുഡ് ന്യൂസ് ആണല്ലോ.